ഇൻഡോർ ഗാർഡനിങ് നല്ലൊരു സ്ട്രെസ് റിലീവറാണ്. ഇന്ന് ധാരാളം ആളുകൾ വീടിനുള്ളിൽ ചെടികൾ വളർത്തുന്നുണ്ട്. എന്നാൽ ചിലർക്കെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് നന്നായി വളരുന്നില്ല എന്ന് പരാതിയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അതെന്ന് നമുക്ക് പരിശോധിക്കാം. ട്രിവാൻഡ്രം അഡീനിയംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡോർ ഗാർഡനിങ്ങിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിംഗ് തന്നെയാണ്. സ്കൂളിൽ ഫോട്ടോസിന്തസിസ് പഠിച്ചത് എല്ലാവർക്കും ഓർമ്മ കാണും. ചെടികൾ വളരാനുള്ള ഊർജം സ്വീകരിക്കുന്നത് പ്രകാശത്തിൽ നിന്നാണ്. ഏത് ചെടിയും വിൻഡോ സൈഡിൽ വെച്ചാൽ മതി എന്നുള്ളത് തെറ്റായ ധാരണയാണ്. നമ്മൾ ഇൻഡോർ പ്ലാന്റായി ഉപയോഗിക്കുന്ന പല ചെടികൾക്കും പല അളവിലാണ് പ്രകാശം വേണ്ടത്. അതനുസരിച്ച് ചെടികൾ തരംതിരിക്കണം. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഭാഗം കാക്ടസിനും സക്കുലൻസിനും വേണ്ടി മാറ്റിവെക്കാം. അവിടെ നിന്നും കുറച്ചുകൂടി മാറി ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്ററ ഡെലീഷ്യോസ തുടങ്ങിയ ചെടികളും വയ്ക്കാം. പ്രകാശം തീരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ വളർത്താൻ പറ്റിയ 2 ചെടികളാണ് മണി പ്ലാന്റ് വെറൈറ്റീസും സ്നേക്ക് പ്ലാന്റ് വെറൈറ്റീസും. ഈ അലമാരയുടെ മുകളിൽ വെളിച്ചം വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. സ്ഥിരമായി ഇവിടെ ഒരു ചെടി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്നുകൂടി സെറ്റ് ചെയ്ത് ബാൽക്കണിയിലോ നല്ല ഡേലൈറ്റ് കിട്ടുന്ന മറ്റൊരു സ്ഥലത്തോ വച്ചിരിക്കുക. എല്ലാ ആഴ്ചയും ഈ ചെടികൾ പരസ്പരം മാറ്റിവെച്ചാൽ മതി. ശരിക്കും ഇൻഡോർ പ്ലാന്റ് എന്നൊരു വിഭാഗമുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാടിനുള്ളിൽ വൻ വൃക്ഷങ്ങളുടെയും മറ്റും തണലിൽ വളരുന്ന ചെടികളാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ട് വീടിനുള്ളിൽ വളർത്തുന്നത്. അത്തരമൊരു ലൈറ്റിംഗ് കണ്ടീഷൻ നമ്മുടെ വീടിനുള്ളിൽ ഒരുക്കി കൊടുത്താൽ ഈ ചെടികളൊക്കെ ഭംഗിയായി നമുക്ക് വളർത്താൻ സാധിക്കും. ബാൽക്കണി ഉണ്ടെങ്കിൽ കുറച്ച് ചെടികൾ അവിടെ സൂക്ഷിക്കാം. അകത്തേക്കും പുറത്തേക്കും ആഴ്ചയിലൊരിക്കൽ മാറ്റി മാറ്റി വെച്ചാൽ മതിയാകും. ചിലർ ചോദിക്കാറുണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഇടയ്ക്ക് വെയിലത്തേക്ക് വയ്ക്കണമോ എന്ന്. നല്ല പൊള്ളുന്ന വെയിലിലേക്ക് എടുത്ത് വച്ച് കരിച്ച് കളഞ്ഞിട്ടുമുണ്ട്. രാവിലത്തെ വൈകുന്നേരത്തെ ശക്തി കുറഞ്ഞ വെയിൽ കൊള്ളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെളിച്ചക്കുറവിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ വെളിച്ചം കിട്ടുന്ന ഇടത്തേക്ക് മാറ്റി വയ്ക്കാം. അല്ലാതെ പെട്ടെന്ന് ശക്തമായ വെയിലത്തേക്ക് നീക്കി വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇലകൾ കരിഞ്ഞ് ചെടി നാശമായി പോകും. ആവശ്യത്തിന് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിൽവർ സാറ്റിൻ പോത്തോസിൻ്റെ ഇലകൾ തമ്മിൽ അകലം കൂടിപ്പോയത്. അതുപോലെ ഈ കാക്ടസിൻ്റെ ശരിയായ രൂപം ഉരുണ്ടിട്ടാണ്. മതിയായ വെയിൽ കിട്ടാതെ നീണ്ടു വളർന്നതാണ് ഇത്. ചിലർക്കെങ്കിലും വീടിനുള്ളിൽ ആവശ്യത്തിന് പകൽ വെളിച്ചമില്ലാതെ ചെടി വളർത്താൻ ഒരു ബുദ്ധിമുട്ട് തോന്നാം. ശ്രമിച്ചാൽ എവിടെയെങ്കിലും ഒരു സ്ഥലമോ സാധ്യതയോ കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് 1-2 വിൻഡോയിലെ കർട്ടൻ ഒഴിവാക്കിയാൽ അവിടെ ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്ര മാത്രം. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ തന്നെ മറ്റു കെയറുകളെക്കുറിച്ചുള്ള അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും.